ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2020 ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ട്രെയിനുകളുണ്ട്, എക്സ് ആൻഡ് വൈ. എക്സിന്റെ സ്പീഡ് 60 കിലോമീറ്റർ ആണ്, വൈയുടെ ലെങ്ത് 225 കിലോമീറ്റർ ആണ്. ഇത് സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 72. ഇഫ് ഇറ്റ് ഹാഡ് ബീൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ 18 സെക്കൻഡ് കൊണ്ട് ഇവരെന്ത് ക്രോസ് ചെയ്യും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരെണ്ണം കിലോമീറ്റർ പെർ അവർ ആണ്, ഒരെണ്ണം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രെയിനിന്റെ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവറും ലെങ്ത് ഓഫ് ട്രെയിൻ എക്സ് ഇൻ മീറ്ററും. സോ ഇത് നോർമലി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഞാനിവിടെ ഒരു ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം എന്താണ് തന്നിരിക്കുന്നത് ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാകണം. എന്താണ് തന്നിരിക്കുന്നത്? ഓക്കെ, തന്നിരിക്കുന്നത് ആദ്യത്തെ ട്രെയിനിന് രണ്ടാമത്തെ ട്രെയിനിന് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 72 സെക്കൻഡ്, അതായത് സെയിം ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ ഞാൻ സപ്പോസ് ആദ്യത്തെ ട്രെയിനിന്റെ സ്പീഡ് A എന്ന് പറഞ്ഞെടുത്തു, രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് B എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചു. ആദ്യത്തെ ലെങ്ത് X എന്ന് പറഞ്ഞെടുത്തു, രണ്ടാമത്തെ ലെങ്ത് Y എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ X+Y ഡിവൈഡഡ് ബൈ A - B, കാരണം സെയിം ഡയറക്ഷനാണ്. അപ്പോൾ എടുക്കുന്ന ടൈമാണ് 72 സെക്കൻഡ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസിൽ X+Y ഡിവൈഡ് ബൈ A - B, A+B, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ എടുക്കുന്ന ടൈമാണ് 18 സെക്കൻഡ്. ഇതാണ് ബേസിക് ആയിട്ട് തന്നിട്ടുള്ളത്. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം D എന്ന് പറയുന്നത് S × T ആണ്, സ്പീഡ് × ടൈമാണ്. ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ലേ, രണ്ടിടത്തും ട്രെയിനിന്റെ ലെങ്ത് തമ്മിൽ കൂട്ടുന്നതാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് പറയാം. അല്ലെങ്കിൽ സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ആദ്യത്തെ കേസിലെ സ്പീഡ്, രണ്ടാമത്തെ കേസിലെ സ്പീഡ് എന്ന് പറയുന്നത് T2/T1 ആയിരിക്കും. ടൈമിന്റെ റേഷ്യോയ്ക്ക് ഇൻവേഴ്സ് ആയിരിക്കും എന്ന് എനിക്ക് പറയാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സെയിം ഡയറക്ഷൻ A - B, ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ A+B, അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. അത് എത്രയെന്ന് പറഞ്ഞു കിട്ടും? 72/18 എന്ന് പറഞ്ഞു കിട്ടും. 72/18. വേണമെങ്കിൽ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി നേരെ തിരിച്ചെഴുതാം. A+B, A - B, 72/18. ഓക്കെ, ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ 4 വരും, 1 വരും. നമുക്ക് വേണമെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് കോമ്പണന്റോ ഡിവിഡന്റോ, എൻ്റെയും ബിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് കോമ്പണന്റോ ഡിവിഡന്റോ ചെയ്യാം. കോമ്പണന്റോ ഡിവിഡന്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. അത് തന്നെ ഇപ്പുറത്തെ റേഷ്യോയിലും ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? 5/3 എന്ന് പറഞ്ഞിട്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോമ്പണന്റോ ഡിവിഡന്റ്. ഇതിനർത്ഥം ആദ്യത്തെ ട്രെയിനിന്റെ സ്പീഡ് ടു രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:3. നമുക്കിവിടെ തന്നിട്ടുണ്ട് ആദ്യത്തെ ട്രെയിനിന്റെ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, 60 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് എത്ര വരും? ഇത് × 12 ആണ്, ഇതും × 12 എന്ന് പറഞ്ഞു വരും. സോ ഇത് 36 എന്ന് പറഞ്ഞു വരും. സോ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ 36 ഉള്ളത്. സോ ഇതായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഡിസ്റ്റൻസും കണ്ടുപിടിക്കേണ്ടി വരത്തില്ല, ഒന്നും കണ്ടുപിടിക്കേണ്ടി വരത്തില്ല. ഈ ഒരു രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടും. ഇവിടെ നോക്കുമ്പോൾ തന്നെ സ്പീഡ് എല്ലായിടത്തും ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ ചൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇനി വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 255 പ്ലസ് 225 ഡിവൈഡഡ് ബൈ 60 - 36, 24 കിലോമീറ്റർ പെർ അവർ ആണ്. അതിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും 72 കിട്ടുന്നുണ്ടോ നോക്കുക, ദെൻ മറ്റേതും കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഏതായാലും A ആണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ, കാരണം സ്പീഡ് വെച്ച് മാത്രം നമുക്ക് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും.